ശിവലുല്ലാഹി മഹാനവറുകൾ പറഞ്ഞു, നിങ്ങളുടെ കാലിന് അസുഖമൊന്നുമില്ല, ആ കാല് മുറിക്കാൻ പറ്റൂല, ആ കാല് മരണം വരെ നിങ്ങൾക്ക് നടക്കാനുള്ള കാലാണ്, അതുകൊണ്ട് കാല് മുറിക്കരുത്. അപ്പൊ ഇയാൾക്ക് ധൈര്യമായി, സമാധാനമായി. നമുക്കറിയാം, നമ്മൾ ചെല്ലുന്ന തവസ്സുൽ ബൈത്തിൽ കമ്മരീദൻ ഖദ് അതാഉ കാമിലു ശിഫാ ബികും ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലി യാ മുടവൂർ വലി. മഹാനവറുകളുടെ അടുക്കൽ രോഗത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അതിന് ഒരൊറ്റ വാക്കിലൂടെ കാമിലു ശിഫാ ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലി യാ മുടവൂർ വലി, അതോടുകൂടി ഓരോ പരിപൂർണമായ അങ്ങോട്ട് രോഗം സുഖപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. മറ്റൊരു മെഡിസിനോ അല്ലെങ്കിൽ ഒരു തെറാപ്പിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണോ ഇല്ലാത്ത രൂപത്തിൽ തന്നെ അതങ്ങോട്ട് സുഖമാകുന്ന ഒരവസ്ഥയായിരുന്നു മഹാനവറുകളിൽ ഹയാത്ത് കാലത്ത് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ വഫാത്തിന്റെ ശേഷവും മഹാനവറുകളെ ഹദ്റത്തിൽ ചെന്ന് പറഞ്ഞാലും ഇവിടുത്തെ പേരിൽ ഫാത്തിഹ ഓതിയാലും യാസീൻ ഓതിയാലും അതല്ലെങ്കിൽ അവരുടെ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ട് ദുആ ചെയ്താലൊക്കെ അതിന്റെ ഫലം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇത് അനുഭവിച്ച ഒരുപാട് ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ നമുക്ക് കാണാം, ഒരുപാട് ആളുകൾ നേരിട്ട് ജീവിതകാലത്ത് മഹാനവറുകളെ ജീവിതകാലത്ത് ബന്ധപ്പെട്ടവർക്ക് മുഴുവൻ ഒരുപാട് അനുഭവങ്ങൾ, അപ്പൊ അതിൽ അങ്ങനത്തെ ആളുകൾ അനുഭവിച്ച ആളുകൾ തന്നെ ധാരാളം ഇന്നുണ്ട്. ഒരാൾക്ക് ഒരു കാലിന് ഒരു പഴുപ്പ് വന്ന സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു ആ കാല് മുറിച്ച് കളയണം. അങ്ങനെ ഒരു ദിവസത്തേക്ക് ഡേറ്റ് കൊടുത്തു, ഇന്ന ദിവസം കാല് മുറിക്കണം എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം മക്കളെ അയച്ചു, സീമലുല്ലാഹിന്റെ അടുക്കലേക്ക് മക്കളെ അയച്ചു. അവിടുന്ന് മഹാനവറുകൾ കാല് മുറിക്കാൻ പാടില്ല. അപ്പൊ ഡോക്ടർ വീണ്ടും പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റണം, എന്നാലേ നിങ്ങളുടെ രോഗത്തിന് പരിഹാരമുള്ളത് പറഞ്ഞു. അപ്പം ബുധനാഴ്ച ദിവസം ഇദ്ദേഹം അവിടുന്ന് ഞാനൊന്ന് പുറത്തു പോയി വരാന്ന് പറഞ്ഞപ്പോൾ അവര് അനുവദിക്കൂല എന്ന് പറഞ്ഞു. ഇങ്ങനെ എങ്ങനെയോ അയാൾ പുറമെ ചാടി പോയി സീമലുല്ലാഹിന്റെ അടുക്കൽ ചെന്നു. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് സീമലുല്ലാഹി മഹാനവറുകളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ കാലിന് പ്രയാസമുണ്ട്, അപ്പൊ കാലിന്റെ അസുഖമുണ്ട്, അതിനൊരു പരിഹാരം പറഞ്ഞു തരണം. അപ്പൊ അയാൾ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടു, സംസാരിച്ചു. അപ്പോ സീമലുല്ലാഹി മഹാനവറുകൾ പറഞ്ഞു, നിങ്ങളുടെ കാലിന് അസുഖമൊന്നുമില്ല, ആ കാല് മുറിക്കാൻ പറ്റൂല, ആ കാല് മരണം വരെ നിങ്ങൾക്ക് നടക്കാനുള്ള കാലാണ്, അതുകൊണ്ട് കാല് മുറിക്കരുത്. അപ്പൊ ഇയാൾക്ക് ധൈര്യമായി, സമാധാനമായി. ഇങ്ങനെ അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോന്നു. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് അങ്ങനെ കാലുകൊണ്ട് മുമ്പ് ആരോഗ്യപരമായി ക്ഷീണം ഉണ്ടായിരുന്ന ആ ക്ഷീണമൊന്നുമില്ലാതെ അതോടുകൂടി അത് കാമിലു ശിഫ ആയ അവസ്ഥയിൽ അദ്ദേഹം ഇങ്ങനെ നടക്കുന്നു. അപ്പോ അദ്ദേഹം ഒരു ബൈക്കിലോ മറ്റോ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിയപ്പോൾ കാല് നടുക്ക് ഒടിഞ്ഞിട്ട് ഇങ്ങനെ മടങ്ങി വീണ് പോയി. ആൾക്കാരിങ്ങനെ അദ്ദേഹത്തിന് നേരെ നിർത്തി വെച്ചു, കാലിങ്ങനെ ഒടിഞ്ഞു വീണു. അപ്പൊ അദ്ദേഹം ചിന്തിക്കുകയാണ്, സീമലുല്ലാഹി പറഞ്ഞിട്ടുണ്ടല്ലോ പഠിച്ചാൻ എൻ്റെ കാല് പൊട്ടി, പക്ഷെ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ മരണം വരെ നടക്കാനുള്ള കാലാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ചു. അൽഹംദുലില്ലാഹ് പിന്നീട് അത് സുഖമായി, ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് അയാൾ നടന്നുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അവിടെ നിന്ന് പറഞ്ഞ അതെ ഡോക്ടർമാർ വിധി എഴുതിയ ഒരു പ്രാവശ്യം വീണിട്ട് ഇങ്ങനെ പൊടിഞ്ഞു മടങ്ങിപ്പോകുന്ന കാലിന്റെ അതായത് മുട്ടിന് താഴ്ഭാഗത്ത് പൊടിഞ്ഞിട്ടാണ് രണ്ടിങ്ങനെ ആടിപ്പോയത്. അപ്പൊ ഇതിനൊക്കെ പരിഹാരമാകുന്ന രൂപത്തിൽ അവിടെ നിന്ന് ദീർഘവീക്ഷണത്തോടു കൂടി പറഞ്ഞതാണ് എന്ത്, അത് മരണം വരെ നടക്കാനുള്ള കാലാണ്, അത് മുറിക്കാനുള്ള കാലല്ല. അപ്പൊ ഇത്തരത്തിലുള്ള മറഞ്ഞ കണ്ണുകൊണ്ട് കാണാനുള്ള കഴിവും അവിടുത്തെ ഒരു കാവലുമായിരുന്നു മഹാനവറുകളുടെ ഹയാത്ത് കാലത്ത്. ഇപ്പൊ വഫാത്തിന്റെ ശേഷവും അതുപോലെ നമ്മളവിടെ ചെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മജ്ലിസിൽ പറഞ്ഞാൽ, അതല്ലെങ്കിൽ അവിടുത്തെ മജ്ലിസിൽ ഒരുമിച്ച് കൂടി നമ്മുടെ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ അൽഹംദുലില്ലാഹ് അതിന് ഫലം കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മുടെ മജ്ലിസ് കബൂലിയത്തിലാക്കി തെരുമാറാവട്ടെ. മഹാന്മാരുടെയൊക്കെ തിരുനോട്ടം കൊണ്ട് അല്ലാഹു മജ്ലിസ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടി നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങൾക്ക് പരിഹാരമാകുന്ന മജ്ലിസായി ഇതിനെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.